ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ടോക്സിക് അങ്ങനെ നിറഞ്ഞാടുകയാണ്. ആദ്യ ദിനം 150 കോടിയോളം നേടിയ ചിത്രത്തിന് രണ്ടാം ദിനം കനത്ത ഇടിവുണ്ടെങ്കിലും സിനിമ 200 കോടി കടക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനായി മുന്നോട്ട് പോകാനും കഴിയുന്നു. കട്ട ഡീഗ്രേഡിങ്ങും കനത്ത നെഗറ്റീവിനും ശേഷം സിനിമ കുതിച്ചുയരുന്ന കാഴ്ച. 500 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം ഇപ്പോൾ തന്നെ 200 കോടി നേടിക്കഴിഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം ദിനത്തിലെ ഡൊമസ്റ്റിക് കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ കർണാടകത്തിൽ നിന്ന് 10 കോടി 62 ലക്ഷം രൂപ നല്ല ഹോൾഡായിട്ട് നല്ല ലെവലിൽ പോകുന്നു. ഹിന്ദിയിൽ നിന്ന് 27 കോടി 40 ലക്ഷം രൂപ. ആദ്യ ദിനം 59 കോടിയോളം നേടിയെടുത്ത് 28 കോടിക്കടുത്തേക്ക് വരുന്നു. നേരെ കുത്തനെ ഇടിയുന്നെങ്കിലും ഹിന്ദി ബെൽറ്റിൽ സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ 80 കോടി കടന്നിരിക്കുന്നു. തെലുങ്കിൽ നിന്ന് 3 കോടി 65 ലക്ഷം രൂപയും തമിഴിൽ നിന്ന് 1 കോടി 88 ലക്ഷം രൂപയും നേടിയ ചിത്രം 60 ലക്ഷം രൂപയോളം മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞ രണ്ടാം ദിനം. കേരളത്തിൽ ഒരു പക്ക ഡിസാസ്റ്ററായി മാറുമ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് കന്നഡയിലും ഹിന്ദിയിലും ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സിനിമ നീങ്ങുകയാണ്. എന്തായാലും ഹെവി ഡ്രോപ്പൊക്കെ ഉണ്ടായിട്ടും നമുക്കറിയാം റിലീസ് ചെയ്ത് പിറ്റേ ദിവസം ഉണ്ടാകുന്നതാണ്. പക്ഷേ പക്ക നെഗറ്റീവാണ് സിനിമയ്ക്ക് ഓവറോൾ വന്നിരിക്കുന്ന റിവ്യൂസ് എല്ലാം. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം കുറയുന്നു. പക്ഷേ ഇതിന് യഷിൻ്റെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ കളക്ഷൻ നമുക്ക് മുകളിലേക്ക് പോകുന്നതും കാണാം. മൂന്നാം ദിനവും സിനിമയ്ക്ക് ഇടിവ് തന്നെയാണ്. ഇന്നത്തെ എസ്റ്റിമേറ്റഡ് കളക്ഷനായി പറയുന്നത് ഏകദേശം ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് ഏകദേശം ഒരു 30 കോടിയോളം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്നലത്തെ 45 കോടിയോളമാണ് ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷനായി വന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 55 കോടിക്ക് മുകളിലാണ് നേടിയത്. മൊത്തം 205 കോടി 2 ദിനങ്ങൾ കൊണ്ട് സിനിമ നേടാൻ കഴിഞ്ഞു. ഇന്നത്തോടെ സിനിമ 250 കോടി കടക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എത്ര നെഗറ്റീവാണെങ്കിലും ഈ ഒരു സിനിമയുടെ റേഞ്ച് കയറുന്നത് വേറെ ഒന്നും ബേസ് ചെയ്തിട്ടല്ല, അത് യഷ് എന്ന ഒരൊറ്റ പേരിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമായും നിൽക്കുന്നത് യഷ് തന്നെയാണ്. അത്രത്തോളം ഗംഭീരമാണ് അദ്ദേഹത്തിന് ഉള്ള ഫാൻ ബേസ് എന്ന് തന്നെ പറയാം. എന്തായാലും ഭീകരമായിട്ടുള്ള ഒരു കളക്ഷനുമായി സിനിമ ബാക്കിയുള്ള സിനിമകളൊക്കെ ഹെവി പോസിറ്റീവ് വരുന്ന ഒരു കളക്ഷനാണ് സിനിമ നെഗറ്റീവിലൂടെ പോലും നേടുന്നത്. ആദ്യ ദിനം ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് 59 കോടി, കർണാടകത്തിൽ നിന്ന് 24 കോടി, തെലുങ്കിൽ നിന്ന് 16 കോടി, തമിഴിൽ നിന്ന് 5.5 കോടി, കേരളത്തിൽ നിന്ന് 2.5 കോടിയോളം നേടിയ ചിത്രം അത് റെക്കോർഡ് തൂക്കി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഇടിവാണെങ്കിലും നാളെയും മറ്റന്നാളും ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു വലിയ ഒരു കളക്ഷൻ. എന്താണെങ്കിലും 250 കോടി ഇന്നോടെ കടക്കും. അതായത് വരുന്ന 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ 350 കോടി 370 കോടി റേഞ്ചിലേക്ക് എത്തും. ബ്രേക്ക് ഈവൻ ആകാൻ പറയുന്ന കണക്കുകൾ ഏകദേശം 400 കോടിയോളമാണ്. 1000 കോടിക്ക് മുകളിൽ വേണം സിനിമ വിജയമാകാൻ. 500 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമയ്ക്ക് ഏറെക്കുറെ അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ അതിന് മുകളിൽ 1200 കോടിയൊക്കെ ഉണ്ടെങ്കിലേ പക്ക തിയേറ്റർ വിജയമാകുള്ളൂ. പക്ഷേ ബിസിനസ് വൈസ് വലിയ വിജയമായിരിക്കും.